ചേട്ടാ, ഞാനാണ് ശൗനം. അതെ, ടിക്കറ്റ് വിറ്റുപോലെ എന്നെ ശവിക്കല്ലേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലോ ഡോക്ടർ. എനിക്കിന്ന് ശുക്രനാ. ഡോക്ടർ തിരിഞ്ഞു പിടിച്ചെങ്ങോട്ട്? ഇന്നും ഡോക്ടർ ആശുപത്രിയിലോടൊന്നും വരുന്നില്ലേ? ഒന്നും പറയണ്ടേ, കോടതി വരെ പോകണം. ജഡ്ജി പിടിച്ച് അകത്തിയിട്ടില്ലെങ്കിൽ വന്നിട്ട് കാണാം. വന്നിട്ടുണ്ട്, ഞാൻ പോയിക്കോട്ടെ. സാറേ, ഞാനിപ്പോൾ വിളിച്ചത് കാർത്തിക്. വരൂ സാർ, ഞാൻ അവളെ എപ്പോഴും കൊണ്ടുവരേണ്ടത്? ഏത് സമയത്താണെങ്കിലും അവള് വരാൻ റെഡിയാണ് സാറേ. ഡോക്ടർ ഒന്ന് ഇരിക്കേ, ഒന്ന് സമാധാനപ്പെടുക. എല്ലാം നമുക്ക് ശരിയാക്കാം കേട്ടോ. സമാധാനമായിട്ടിരിക്കും. മാൻമിസ്സിങ് കേസാണ്. 11 മണിക്ക് കോടതി കൂടും. അപ്പോൾ നമുക്കൊരു 10:15 മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം. വരുമ്പോൾ പുറകിലത്തെ വഴി കൂടെ വരും. 11 മണിക്ക് കോടതി കയറേണ്ട, അതിനു മുമ്പ് ഇത് നടക്കണം. പെൺകുട്ടിയുടെ തീരുമാനമാണ് പ്രധാനം. പിന്നെ രണ്ടുപേരും പ്രായപൂർത്തിയായതുകൊണ്ട് ആ പ്രശ്നമില്ല. പക്ഷേ മജിസ്ട്രേറ്റ് ചോദിക്കുമ്പം രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയെന്ന് പറയണം. അത് പറയാം. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. തൽക്കാലം പോയി കുട്ടിയെ കൊണ്ടുപോകാം. ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം സാറേ. കുറവുണ്ടേ പറയണേ. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. കുട്ടിയെ ഞാൻ പെട്ടെന്ന് വരാം. സാറേ, ഞാൻ പോലീസിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ മകള് എതിരായിട്ട് പറയുവാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും. അവനെ കൊടുക്കാൻ വല്ല മാർഗമുണ്ടോ? ഒരു മാർഗവും ഇല്ല. തള്ളി പറയാതെ യാതൊരു മാർഗവും ഇല്ല. പിന്നെ അവർ തമ്മിൽ നല്ല പൊരുത്തം പറ്റിയോ. വിഷ്ണു രമയ്ക്ക്, നിശയ്ക്ക് ശശാങ്കൻ, ഭൂമിക്ക് ഹരൻ, അവൻ ഓർക്കില്ല അവക്ക്. അവർ എൻജോയ് ചെയ്യട്ടെ. ആയാലും പെട്ടെന്ന് കോടതിയിലോട്ട് ചെന്നാട്ടെ. ഇപ്പോൾ ഹാജരാക്കും. പോയിട്ട് വന്നു. അവിടെയാണ് നിർത്തണ്ടേ? കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഒരാളെ വിളിച്ചത്. ഹലോ എടി, നീ റോഡോട്ട് പോരെ, ഞാൻ എത്തി. വാ, പെട്ടെന്ന് ഒന്നും അനങ്ങി വാ, പെട്ടെന്നാട്ടെ. വാ, വേഗം നടക്ക്. 10 മിനിറ്റിൽ അവിടെ എത്തണം. വക്കീലവിടെ കാത്തിരിക്കുക. ഓട്. നമ്മുടെ കോടതിയുടെ ബാക്കിലൊരു ഗേറ്റ് ഇല്ലേ, അവിടെ വിട്ടാ.
അപ്പോൾ പാർവതിക്ക് വയസ്സ് 22. പാർവതി ഒരു കൊറിയർ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ? ഇദ്ദേഹം കാർത്തിക് പത്മനാഭൻ MBBS ഒക്കെ കഴിഞ്ഞു, MDയും കഴിഞ്ഞു, ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തു വരും. രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്ത ഒരു തീരുമാനമാണോ വിവാഹം? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് എത്തിച്ചത് സാഹചര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞാൽ സാർ എന്താ സംഭവം? ചേട്ടാ ആ പെണ്ണിനോട് ജോലിക്ക് വല്ലതും പറ. എന്ത് ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആവത്തില്ലേ? ഇങ്ങനെ എപ്പോഴും മൊബൈൽ തോണ്ടിക്കൊണ്ടെങ്കിൽ ഇരിപ്പാ. ഞാൻ പറഞ്ഞോളാം, നീ ഒന്നും പറയണ്ട. നിനക്ക് അടുക്കള വലിയ ജോലി ഉണ്ടെങ്കിൽ പോയി നോക്ക്. നാളെ 10 മണി കഴിഞ്ഞ് എത്തുമെന്നാ പറഞ്ഞത്. നമ്മള് ചോറൊക്കെ എടുത്തോ? ഇപ്പം ബാങ്കി 8:30 ഒരു KCT ഉണ്ട്. ശരി അച്ഛാ. ഓക്കെ. അച്ഛനോടെ പോയി? ആണോ? ഞാനേ കൊറിയർ അയച്ചിട്ട് വിളിക്കാവേ. എന്നാ ശരി അമ്മേ, വെച്ചോ. ഞാൻ അപ്പുറത്തെ വാടകയ്ക്ക് താമസിക്കാൻ വന്നു. ചേട്ടാ ഇത് അപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ആളാ. എവിടെ സ്ഥലം? പാലക്കാട്. എന്ത് ചെയ്യുന്നു? ഞാൻ കാരുണ്യ ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് ജോയിൻ ചെയ്തു. ആഹാ, ഡോക്ടറാണോ? കേറുവാ, ഒരു ചായ കുടിച്ചിട്ട് പോവാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും. ഒറ്റ മകനാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ എക്സ് സർവീസാണ്. ഞാനും സർവീസിലായിരുന്നു. അച്ഛൻ്റെ പേരെന്തുവാ? പത്മനാഭൻ നായർ. എൻ്റെ പേര് കേജിപ്പിള്ള. ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഞാനും വൈഫും മോളും മാത്രമേ ഉള്ളൂ. പിന്നെ വൈഫിൻ്റെ ഒരു ആങ്ങളയുണ്ട്, പുള്ളി പോലീസിലാണ്. വൈഫ് ഗൾഫിലാണ്, മക്കളൊന്നുമില്ല. ഇരുന്നാട്ടെ. ഇത് നമ്മുടെ അയലത്ത് താമസിക്കാൻ വന്ന ഡോക്ടറാണ്. ഞാൻ കാർത്തിക് പത്മനാഭൻ. ചായ എടുക്കാട്ട്. വീട് പാലക്കാട്. ഞാനിവിടെ അടുത്തേ പോലീസിലാണ്. ഏത് സ്റ്റേഷൻ? ഞാനുണ്ട്. ഇതാണ് തൻ്റെ വീട്? ഇതെന്റെ വീട്. എന്താ പേര്? പാർവതി. ഞാൻ കാർത്തിക്, ഡോക്ടറാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ അവിടെ കാണാൻ വരാം. ശരി. നീ എത്തിയോ? എടാ നീ അത് നോക്കിക്കേ. ഇനി ഏതാവനായാലേ അവൻ കൊടുക്കും. നീ മോളോട്ട് നോക്കിക്കേ. CCTV വെച്ചോ? അപ്പൊ ഇനി ഏതവനായാലും മൂടും. അതെ അതെ. അതെ, ഞാൻ നേരത്തെ കിടക്കട്ടെ, നാളെ രാവിലെ പോകണല്ലോ. ഇരിക്കേട്ടാ. എങ്ങനെയുണ്ട് ഇപ്പോ? വ്യത്യാസമുണ്ട്. ആണോ? പിന്നെ ടെസ്റ്റ് ഒക്കെ ചെയ്തോ? ടെസ്റ്റ് ഒക്കെ നടത്തിയില്ല. അത് തെറ്റി മറന്നുപോയോ? മറന്നുപോയി. ഓർമ്മക്കുറവ് തുടങ്ങി. കണ്ണാടി വരി. നല്ല ഭക്ഷണം. ഓ, രക്തമൊന്നും ഇല്ലല്ലോ. ആക്കുന്ന കിട്ടി. ഭക്ഷണം കഴിക്കുന്നില്ലേ? ഷുഗർ അല്ലയോ? അതെ, ഞാനൊരു ടോണിക്ക് കുടിക്കാം. അതോ ഫാർമസി വാങ്ങിച്ചു കേട്ടോ.
ഭക്ഷണം നല്ലോണം കഴിക്കേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ ആയിട്ട് വരണം കേട്ടോ. ആരുമില്ലേ ഇവിടെ? എന്താ രാവിലെ? അങ്കിൾ ആന്റി ഒന്നും ഇല്ലേ? ഇവിടെ വേറെ ആരുമില്ല. എന്താണ് കാര്യം? നിങ്ങൾ അവരെ വിളിക്കും, അവരോട് പറഞ്ഞോളാം ഞാൻ. ഞാനൊന്നുമില്ല, ഒരു പോലീസുകാരനല്ലേ, എന്നോട് കാര്യം പറഞ്ഞോളൂ. നിങ്ങൾ പരിചയപ്പെട്ടാണല്ലോ, ഇത് പോലീസുകാരോട് പറയേണ്ട കാര്യമല്ല മിസ്റ്റർ. നിങ്ങൾ അവരെ വിളിക്കും മിസ്റ്റർ. എന്താ മോനെ? മോനോ നാണമില്ല നിങ്ങൾക്ക് സ്വന്തം വീട് വൃത്തിയാക്കാനായിട്ട് മറ്റുള്ളവന്റെ വീട് വൃത്തിയേടാക്കാൻ? താൻ എന്തൊക്കെയാണ് ഈ രാവിലെ വന്ന് കയറി പറയുന്നത്? ഞാൻ സംസാരിച്ചോ? കണ്ടാലെന്ത് മാന്യൻ. അതിനെന്റെ പറമ്പ് വേസ്റ്റ് ഇട്ടിട്ടുണ്ടോ വീട് വൃത്തിയായി സൂക്ഷിക്കാനായിട്ട്? ഇനിയൊരു പറച്ചിലുണ്ടാവില്ല. ഇനിയും ആവർത്തിച്ച ഭാര്യയും ഭർത്താവോടെ വേസ്റ്റ് ഇടുന്ന ഫേസ്ബുക്കിൽ ലൈവ് പോവും. ഇനിയൊരു പറച്ചിലുണ്ടാവില്ല, മനസ്സിലായോ? അതിനു മുമ്പേ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് ഡോക്ടർ അകത്താകും. താനുള്ളത് എനിക്കറിയായിരുന്നു, അതുകൊണ്ടേ ഞാൻ ഉള്ളതെല്ലാം വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ സാറേ. അളിയാ, ഇവനെ അങ്ങനെ വെറുതെ വിടാൻ ഒക്കത്തില്ല. ഇവനെ കുറച്ച് ദിവസം അകത്ത് കിടത്തുന്ന പണി ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അകത്തോട് കയറിക്കോ, ഞാനേ പിന്നെ വിളിച്ചോളാം. മോളെ പാറു, നീ ആ ബാഗ് എവിടെ കൊണ്ട് വെച്ചിട്ടൊന്നും ഇവിടെ വന്നിരുന്നേ. എന്താ അമ്മാവാ? നിന്നോട് ഇരിക്കാനല്ലേ പറയാം. കൂടുതണ്ടേ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിനകത്തൊന്ന് ഒപ്പിട്ടെ. നമ്മുടെ വീട്ടിൽ കയറി ഒന്ന് അസഭ്യം പറഞ്ഞവൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അമ്മ എന്തൊക്കെ പറഞ്ഞാൽ ഒപ്പിടത്തില്ല ഇതില്. തെറ്റിയത് നമ്മളല്ല, ഡോക്ടർ അല്ലല്ലോ. നീ ഒപ്പിടുവോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യും. പക്ഷെ നാളെ ആരുടെ പെണ്ണ് കാണാൻ വരുമ്പോൾ അതിന് തയ്യാറായിട്ട് നീ ഇവിടെ ഉണ്ടാകണം. എനിക്ക് കേട്ടത് നാളെ ഓഫീസിൽ പോകണം. ഹലോ ഹലോ കാർത്തിയേട്ടാ, ഞാൻ അത്യാവശ്യം കാര്യം പറഞ്ഞാ വിളിച്ചത്. നമ്മുടെ അരുണില്ലേ, അമ്മ എഴുത്തിരമ്മൻ, അവൻ നാളെ എന്നെ പെണ്ണായിരുന്നാ പറഞ്ഞത്. എനിക്ക് നാളെ ഓഫീസിൽ പോകാൻ കണ്ടിട്ടുണ്ട്. ചേട്ടൻ എന്താ ചെയ്യണേ ഏട്ടാ പെട്ടെന്ന്? നീ ഒന്ന് സമാധാനപ്പെടും, ഞാൻ എന്തായാലും വഴി ഉണ്ടാക്കാം. നീ വെച്ചോ, ഞാൻ വിളിച്ചോളാം. കാര്യങ്ങളൊക്കെ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നം വെച്ചാലേ, അവളുടെ അമ്മാവിയുടെ അനിയത്തിയുടെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിവേണ്ടിക്കുക അവളുടെ അച്ഛനും അമ്മയും. ഡോക്ടറെ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ കൂട്ടുകാരൻ ശംഭുവിന്റെ ഫോൺ ഞങ്ങൾ സിം തയ്യത് അങ്ങ് തരാം. അപ്പൊ നിങ്ങൾ ഇനി അതിൽ കൂടെ ബന്ധപ്പെടാവൂത്. ഈ ഫോൺ ഉപയോഗിക്കുക. പിന്നെ നമുക്കൊരു രജിസ്റ്റർ മാരേജ് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്റെ അച്ഛനെ അറിയിക്കാതെ സങ്കടമല്ലേ? അച്ഛനെ അമ്മയെ അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം പെണ്ണിന്റെ വീട്ടില് നമ്മൾ കഷ്ടിച്ച് ഒരു മാസം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ വഴിയേ നമുക്ക് അറിയിക്കാലോ. പിന്നെ കുഴപ്പമില്ലല്ലോ. പെണ്ണിന് മാത്രം കാര്യം അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ അറിയാലോ, അവന്റെ അമ്മാവൻ അറിഞ്ഞിട്ടുള്ള എന്ത് വെച്ചാൽ പണി എപ്പിക്കും. രജിസ്റ്റർ ചെയ്യണം. നീ വരില്ലേ? നാളെ പോവാം. നീ ഉജ്ജിതിന്റെ വീട്ടിൽ കയറി ഡ്രസ്സ് മാറിയിട്ട് പോയാൽ മതി. സാധാരണ വീട്ടിൽ തരാറില്ലേ, അതോടെ ഒന്ന് ചെല്ലുക. പിന്നെ നീ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി കേട്ടോ. എൻ്റെ നമ്പറിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്, അതേതിൽ വിളിച്ചാൽ മതി. പിന്നെ ഒരു മാസം കൂടെ നമുക്കിങ്ങനെ പോവാം. ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞ സമ്മതമൊക്കെ വാങ്ങി നമുക്ക് ഒന്ന് ജീവിക്കാം. ഇന്നിപ്പോൾ നീ നിൻ്റെ വീട്ടിലേക്ക്, ഞാൻ എൻ്റെ വീട്ടിലേക്ക്. സങ്കടമൊന്നും ഇല്ലല്ലോ? പോവാ. എന്റെ സുന്ദരൻ ചേട്ടാ, ഈ പട്ടികളെ കൊണ്ട് തോറ്റു. പേടി കൂടാതെ നടക്കാൻ പറ്റാത്ത കാലമാണ്. ഒന്നിനും ഒരു നടപടി. എന്റെ ഉദയ, ഈ വന്ന കാലത്ത് പട്ടി കടിച്ച് ആളുകളെ കൊല്ലുന്ന കാലം അറിയാൻ നിനക്ക്?
അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മെമ്പർമാരല്ലേ ഇതിനൊക്കെ കാരണം. നിങ്ങൾ നടപടി എടുക്കണം. ഞങ്ങളിപ്പോ അത് പഞ്ചായത്തിൽ തന്നെ വേണ്ട നടപടി സ്വീകരിക്കാണ് തുടക്കത്തില. ഓ, നടപടി എന്താ നടപടിയാ? ഞങ്ങൾ നോക്കുന്നുണ്ട് അതൊക്കെ. എടാ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു. പാറു രാവിലെ വിളിച്ചു. അരുണായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പില്ല അവര്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഡോക്ടറെ, ഇനി ഒന്നും ആലോചിക്കാനില്ല. കൊച്ചിനോട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് സംശയമില്ലാത്ത രീതി വരാൻ പാ. നമുക്ക് ആ ജാനകി മന്ദിരത്തിൽ വുമൻസ് ഹോസ്റ്റലിലൂടെ തൽക്കാലം താമസിക്കാം. അവിടെ ആകുമ്പോൾ ആർക്ക് സംശയം തോന്നിട്ടില്ല. കുഴപ്പമാവൂ? എന്തോന്ന് കുഴപ്പമാവാനാ? പിടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞവരല്ലേ, പിന്നെന്താ വിഷയം? വരാൻ പറയാല്ലേ? വരാൻ പറ. എടാ, നിന്നെ എവിടെയൊക്കെ നോക്കി. എടാ, ഹോസ്റ്റല് സെറ്റല്ലേ? എല്ലാം സെറ്റാ. ഓക്കെയാ, ഇവിടെ കൊണ്ടുവിട്ടേക്കട്ടെ. ഞാൻ ഇവിടെ ഞാൻ വിട്ടിട്ട് വിളിക്കാം കേട്ടോ. എത്രയോ ജന്മമായി ഹലോ, ഇനി ഞാനിന്ന് പാലക്കാട് പോയി അച്ഛനമ്മ കാണാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിച്ചോളാം കേട്ടോ. ശരി, ഓക്കെ, ലവ് യു. ഡോക്ടർ കാർത്തിക് പത്മനാഭൻ അല്ലേ? അതെ, ഞാൻ കനോപ്പത്ത് പോലീസ് സ്റ്റേഷൻ SI സുരേഷാണ്. ഒരു മാൻ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളാണ് പ്രതി. നിങ്ങളിപ്പോ എവിടെയാണ്? സാർ, ഞാനിപ്പോ ഒരു യാത്രയില്ല. നിങ്ങൾ പാർവതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. പാർവതി എന്റെ ഭാര്യയെ. ഞങ്ങൾ വിവാഹത്തിനായിട്ട് 2 മാസം കഴിഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ രേഖകളും ആ കുട്ടിയുമായിട്ട് സ്റ്റേഷനിൽ ഹാജരാവണം. ഞാൻ 2 ദിവസങ്ങളിൽ ഹാജരാക്കാം. അതെങ്ങനെ ഞാൻ വിശ്വസിക്കും? അത് വേണ്ട സാറേ, ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് കോപ്പി സാറിന് ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്ത് തരാം. പിന്നെ നാളെ ഞാൻ പാർവതിയെ കൊണ്ട് സാറിന്റെ നമ്പറിലേക്ക് വിളിപ്പിക്കുകയും ചെയ്യും. പോരെ? ഓക്കെ, അത് മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ കോടതി റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ കോടതിയിൽ ഹാജരായാൽ മതി. ശരി സാർ, ഓക്കെ. എടാ, എന്താടാ നീ രാവിലെ ഒരു പതിവില്ലാതെ? നല്ല ക്ഷീണം, കുളിച്ചിട്ട് കൊണ്ട് പറയാം. ഹലോ പാറു. എടി, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു മാൻ മിസ്സിങ്ങിന് കേസ് കൊടുത്ത്. SI ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ SIയുടെ നമ്പർ എനിക്കിപ്പോൾ വാട്സപ്പ് ചെയ്ത് തരാം. നീ അന്നേരം SIയെ വീഡിയോ കോൾ വിളിക്കണം. ഈ ഹോസ്റ്റലിൽ വിളിക്കില്ലേ, കേശു വരും. അവൻ നിൻ്റെ ഒരു സ്ഥലത്തും ഉണ്ടോ, നീ അവിടെ നിന്ന് വിളിക്കുക. വിളിച്ചിട്ട് നീ പറയുക, നമ്മൾ 2 മാസം മുമ്പ് വിവാഹിതരായി, അപ്പോൾ നിനക്ക് പരാതിയൊന്നുമില്ല, നീ സുരക്ഷിതയാണ് കേട്ടോ. എന്നിട്ട് നീ തിരിച്ച് ചെന്ന് ഹോസ്റ്റലിൽ ചെന്നിട്ട് കേശു എന്ന നമ്പറിൽ നിന്ന് എന്നെ വിളിക്കണം കേട്ടോ. ശരി എന്നാൽ, ഓക്കെ ഡി, ശരി. അമ്മേ, അതെ, 2 പേര് വിഷമിക്കല്ലേ. ഒരു കാര്യം. എന്താടാ കാര്യം? ഞാൻ ആ വാടക താമസത്തിന്റെ വീട്ടിൻ്റെ അടുത്തൊരു പെൺകുട്ടിയില്ലേ, നമ്മുടെ പാറുവല്ലേ? അതെ, ഞങ്ങൾക്ക് 2 പേർക്കും പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാമായിരുന്നല്ലോ. ഞങ്ങൾ വിവാഹിതരായി. സാരമില്ലടാ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എടാ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കും ഇഷ്ടമാടാ. അവളിപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഞങ്ങൾ അവളൊരു ഹോസ്റ്റലാക്കിയേക്കാം. ഇതറിഞ്ഞപ്പോൾ അവിടെ അപ്പനും അമ്മയും കൂടെ കേസ് കൊടുത്തു, അവളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പോലീസ് വിളിച്ചോ നിന്നെ? SI എന്നെ വിളിച്ചായിരുന്നു. നാളെ കോടതിയിൽ ഹാജരാക്കാം. കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു? വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം വിവാഹ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഹാജരാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അവളെ കോടതിയിൽ ഹാജരാക്കാം, കുഴപ്പമില്ല, നീ വിഷമിക്കാതെ. അച്ഛനൊക്കെ ഇഷ്ടമാണ്, എനിക്ക് കുഴപ്പമില്ല. ഓക്കെ. സാറേ, ഞങ്ങളന്ന് രജിസ്റ്റർ മാരേജ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് ഇവർക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നേനെ. ഇവിടെ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് പോലീസ് കേസിൽ പ്രതിയായ. അതാണ് സാറേ കാര്യങ്ങൾ ഇവിടെ പോയി എത്തിച്ചത്. സാർ, ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു ചടങ്ങ് നടത്തുന്നുണ്ട്.
സാറിനായിരിക്കും ആദ്യത്തെ കല്യാണക്കുറി. സാർ എന്തായാലും ഈ കല്യാണത്തിന് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം സാർ. അപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും തൽക്കാലം ഒന്ന് പുറത്തോട്ടിരിക്കും. പാർവതിയുടെ അച്ഛനെ അമ്മയെ വിളിക്ക്. രണ്ടുപേരും ഇരിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും എടുത്തിയാട്ടം കാരണം ചെറിയ ഇഷ്ടം മാത്രം ഉണ്ടായിരുന്നവർ ഇന്നാരാ ഭാര്യ ഭർത്താക്കന്മാരായി മാറി. നിങ്ങൾക്ക് ആ സ്വന്തം വീട്ടിലെ വേസ്റ്റ് വേറെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാൽ പോരായിരുന്നോ? വല്ല കുഴപ്പവും വരുമോ? ഇല്ലല്ലോ. ആ പെൺകുട്ടിക്ക് പരാതിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അളിയനായ ഒരു പോലീസുകാരല്ലയോ ആചാര്യ നടപടി എടുക്കാത്തത്. അവിടുന്ന് ആ ഡോക്ടറെയും പാർവതിയും വരണം. ഡോക്ടറും പാർവതി. അപ്പോൾ ഡോക്ടർക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാനാണ് യോഗം. ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാന്. കാരണം ഇത്രയും ത്യാഗം അനുഭവിക്കുന്ന പെൺകുട്ടികൾ വേറെ കാണില്ല. രണ്ടുപേരും ഇവരെ ഒന്ന് അനുഗ്രഹിച്ച്. എവളെ എത്ര കാര്യമായിട്ട് ഞങ്ങൾ വളർത്തിയാന്നറിയാം. ഇനി അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനിയിപ്പോഴ് രണ്ടുപേരും സന്തോഷത്തോടുകൂടി പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കേസൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. അമ്മ പോട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കണേ. ഇടി വേണ്ട മക്കള് വന്ന്